ഹായ് ഗൈസ്, ഇന്നൊരു തട്ടിക്കൂട്ട് ലഞ്ച് വീഡിയോ ആയാലോ? അപ്പോൾ കണ്ടിട്ട് പോയോ? സാധാരണ പോലത്തെ ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്നും. രാവിലെ വന്നപ്പോൾ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ ഇന്ന് എന്തോ വന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ കൂടി തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് സൊട്ടൂന് അംഗനവാടി ഇല്ലാന്ന് ഏട്ടൻ പറഞ്ഞു. ഉണ്ടോ അല്ലയോ എന്ന് ടീച്ചറെ വിളിച്ചാലേ അറിയത്തുള്ളൂ. ആ കാലം മടി കൊണ്ട് ചെയ്തതാണോ എന്ന് ദൈവത്തിന് അറിയാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഫസ്റ്റ് തന്നെ സവാളയൊക്കെ വാട്ടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെ എന്തുവാ അതിന് പറയുക, കോളിഫ്ലവർ കറി വയ്ക്കുക കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഇത് തീയലെന്ന് പറയും. അതായത് നമ്മൾ തേങ്ങ വറുത്തരച്ച് വയ്ക്കത്തില്ലേ, ആ സെയിം സംഭവം. നമ്മുടെ നാട്ടിൽ തേങ്ങ വറുത്തരച്ച് വെക്കുന്നതെന്ന് പറയും, നിങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് തീയലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ എന്തെങ്കിലും ഒരു കറി എന്നുള്ളതിലായിട്ട് ഉണ്ടാക്കണം, അങ്ങനെ തീയൽ വറുത്തരച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു കറി അത്ര തന്നെ കേട്ടോ. അങ്ങനെ അതേ തീയലിൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് രണ്ട് കുരുത്തം കിട്ടാ പിള്ളേരുണ്ടല്ലോ, അത് അവിടെ മറ്റേ പാമ്പേഴ്സിൻ്റെ കവറ് അത് വെച്ച് ഷൂ ഒക്കെ ഉണ്ടാക്കി നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോൻ്റെ എൻഡിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ദേ ഞാൻ കറിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒക്കെ കൂടി നല്ല മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചൊന്ന് വേവട്ടെ, അവിടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ആദ്യം തന്നെ നമ്മളെ കോളിഫ്ലവർ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ഇതാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്നായി വന്നപ്പോൾ ഞാൻ നമ്മളെ കോളിഫ്ലവർ എല്ലായിടത്തും തട്ടി, ഇതൊക്കെ ചുമ്മാ ഷോ ഓഫ് കേട്ടോ, കൈയിട്ട് വാരിയിടുന്നതാണ്. ഞാൻ പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടെന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ച് വെക്കട്ടോ. ആ സമയം കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു എന്താ പറയുക, ഒന്ന് വറുത്തരച്ചെന്നാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്ത് അരച്ചിട്ടോ. ഒന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചില്ല, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും അതിൽ പ്രത്യേകം ഇട്ടില്ല. അതൊക്കെ കൂടി ഒന്ന് ഇതാക്കി അപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അരച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടോ. എന്നിട്ട് ആ മിക്സിൻ്റെ ജാറൊക്കെ കഴുകി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടോ, പാഴാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇട്ടപ്പോൾ നമ്മളെ കോളിഫ്ലവർ വറുത്തരച്ചത് അല്ലെങ്കിൽ തീയൽ, നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം കേട്ടോ. പിന്നെ ഇത് കുട്ടീസിനെ പറ്റിക്കാനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ഇരിക്കട്ടെ. പിന്നെ അതേ വാഴക്കൊമ്പ് കൂടി കിട്ടിയായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തോരനും വെച്ച് പിന്നെ ഒരു പപ്പടം കാച്ചി. പിന്നെ അതേ ഷൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരാൾ കിച്ചണിൽ വന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ, വിശന്നിട്ട്. അപ്പോൾ അതിനാൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങളും കൂടി പോയി കഴിക്കട്ടെ. ബൈ ബൈ.